1,00,000 കിലോമീറ്റർ മാത്രം ഓടിയത്. ഇന്നോവയൊക്കെ 1,00,000 എന്ന് വെച്ചാൽ നമുക്കറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു ഓട്ടമാണ്. കാരണം ഇന്നോവയ്ക്ക് ഒരു 3-4 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അവർ പറയും, നമുക്കിതിന് ചെക്ക് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല, നമ്മൾ പൈസ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ എത്രയും കൊടുത്തെടുക്കുന്നു, അവർക്ക് കാർ നമുക്ക് കിട്ടും. പക്ഷെ കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് കാറാണ് കിട്ടുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇവിടുത്തെ, അല്ലേ? അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കി, എങ്ങനെയാണ് ആളുകൾക്ക് ഈ സൈറ്റുകളെ കുറിച്ച് ഇത്ര വിശ്വാസം വരുന്നത്. ഓഫ് കോഴ്സ് അവർ ടെസ്റ്റിമോണിയൽസ് ഇടും, ഞാൻ പറഞ്ഞതുപോലെ അവർ കസ്റ്റമേഴ്സിന്റെ പേരിൽ വോയിസ് നോട്ട് ഇടും. ദൈവത്തിന് അറിയാതെ കസ്റ്റമേഴ്സ് ആണോ അതോ അവർ തന്നെ ഗ്രൂപ്പാണോ ഇടുന്നതെന്ന്. അപ്പം ഇതിനകത്ത് ഓക്കെ, ഈ ഞാൻ ഇതിന് ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാർ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ആ ടൈമിൽ തന്നെ എനിക്ക് ഒരു സ്പിറ്റി വാലി, ഒരു ഹിമാചൽ പ്രദേശോട്ടൊക്കെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഡൽഹി വഴിയാണ് പോയത്. ഡൽഹി വഴി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയറി ക്യാബിലെ ഡ്രൈവർ ഞാൻ കേരളത്തിലാണെന്ന് ഉറപ്പിനോട് ചോദിച്ചു, ഇവിടെ വണ്ടി എടുക്കാൻ വന്നാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കാൻ വന്നത് അല്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വണ്ടി എടുക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരുപാട് മലയാളികൾ വണ്ടി എടുക്കാൻ ഇവിടെ നേരിട്ട് വരാറുണ്ട്, ഒരുപാട് ഏജൻസി എല്ലാം വരാറുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു വണ്ടി എടുക്കാൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാമെങ്കിൽ ഞാൻ മീറ്റർ ഒന്നും ടാമ്പർ ചെയ്യാത്ത വണ്ടികൾ എനിക്കറിയാം, ഞാനത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, മീറ്റർ ടാമ്പർ ചെയ്യാത്ത വണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് കേട്ടു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കി, ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ